വലിയൊരു ഘട്ടത്തിലേക്ക് അഞ്ചാം ഘട്ടത്തിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കടക്കുമ്പോൾ വളരെ വലിയ നാടകീയ അസാധാരണ സംഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ വിടാതെ പിന്തുടരുകയാണ് ദില്ലി പോലീസ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അവരുടെ തന്നെ MP ആയിട്ടുള്ള സ്വാതി മലിവാൾ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വലിയ തോതിൽ AAP ക്യാമ്പിൽ തന്നെ വളരെ സംശയങ്ങൾ ഉളവാക്കുന്ന തരത്തിലായിരുന്നു. അവര് മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു എന്ന നിലയിൽ ഒരു പരാതി വരുന്നു. ആ പരാതിയുടെ പുറത്ത് ദില്ലി പോലീസ് അതിവേഗതയിൽ ഇപ്പോൾ കെജ്രിവാളിന്റെ വസതിയിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. ആ സാഹചര്യം പുനഃസൃഷ്ടിക്കുന്നു, തെളിവെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ പല പരിപാടികളും പല അഭ്യാസങ്ങളും നടത്തുന്നു. വളരെ ശക്തമായി ആം ആദ്മി പാർട്ടി അതിനെ നേരിടുന്നു. വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് സ്വാതിയും BJPയും ചേർന്ന് നടത്തിയ നാടകമാണിത് എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള വിവരങ്ങളുമായി ആം ആദ്മി പാർട്ടി ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതേസമയം അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി തുടരുകയാണ്. ഈ നിലയിൽ വളരെ വലിയ നീക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടം പിന്തുടരുമ്പോഴും നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇന്ന് ഇലക്ഷൻ ഇന്ത്യയിൽ നേരിട്ട് ഈ വിഷയം കണ്ടുകൊണ്ട് ഈ വിശദാംശങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റു വാർത്തകളിലേക്ക് വരാം. സ്വാതി മലിവാളിന്റെ പരാതിയിൽ അസാധാരണ നടപടിയുമായി ദില്ലി പോലീസ് നീങ്ങുന്നു എന്നുള്ളതാണ്, അതിവേഗത്തിൽ നീങ്ങുന്നു എന്നുള്ളതാണ്. സ്വാതി മലിവാളിനെ അരവിന്ദ് കെജ്രിവാളിന്റെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ എത്തിച്ചിരിക്കുകയാണ് ദില്ലി പോലീസ്. ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ പുനഃസൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്നാണ് പറയുന്നത്. അതേസമയം സ്വാതിയെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് വിട്ടത് BJP ആണെന്ന ആരോപണവുമായി, ശക്തമായ ആരോപണവുമായി ആം ആദ്മി പാർട്ടിയും വന്നിരിക്കുന്നു. ജിൽബി വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. ജിൽബി, എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കഴിഞ്ഞ സമയങ്ങളിൽ എന്താണ് ദില്ലിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അസാധാരണ നീക്കങ്ങൾ, അസാധാരണ നടപടികൾ. ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അസാധാരണ നടപടികൾ തന്നെയാണ് ഇപ്പോൾ ദില്ലി പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് കെജ്രിവാളിന്റെ വസതിയിൽ സ്വാതി മലിവാൾ ചെന്നപ്പോൾ കെജ്രിവാളിന്റെ PA വൈഭവ് കുമാർ സ്വാതി മലിവാളിനെ ആക്രമിച്ചു അല്ലെങ്കിൽ മർദ്ദിച്ചു എന്നുള്ള ഒരു ആരോപണമായിരുന്നു ആദ്യം വന്നതെങ്കിൽ അത് പിന്നീട് പോലീസ് സ്വാതി മലിവാൾ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി പിന്നീട് അത് പരാതിയായിട്ട് പോകുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ വൈഭവ് കുമാറിനെതിരെ കേസെടുത്തതിനു ശേഷം പെട്ടെന്ന് ഇപ്പോൾ ദില്ലി പോലീസ് മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ വസതിയിലെത്തിയിരിക്കുന്നത് ഉണ്ടായ സാഹചര്യം പുനഃസൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്നാണ് പറയൂ. മുമ്പോട്ട് കൊണ്ടുപോകുന്ന ദില്ലി പോലീസിന്റെ ആ വ്യക്തിയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ചോദ്യം ചെയ്തിരിക്കുന്നത്. കാരണം കെജ്രിവാൾ സുപ്രീം കോടതിയിൽ നിരത്താതെ ജാമ്യം ലഭിച്ചു പുറത്തു വരുന്നത് BJP സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു. ജിൽബി, വ്യക്തമായി കേൾക്കാനാവുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ ജിൽബിയിൽ നിന്ന് ലഭിക്കാനാണ് ശ്രമിച്ചത്, പക്ഷേ വ്യക്തമായി കേൾക്കാനാവുന്നില്ല. പക്ഷേ വളരെ ഗൗരവമായൊരു സാഹചര്യം ദില്ലിയിൽ വീണ്ടും അരങ്ങേറുകയാണ്. അസാധാരണ നടപടിയുമായി ദില്ലി പോലീസ്, കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലുള്ള ദില്ലി പോലീസ് ആം ആദ്മി പാർട്ടിക്കെതിരെ നീങ്ങുന്നു എന്നുള്ളതാണ്. ഈ സ്വാതി മലിവാൾ വലിയ തോതിലുള്ള വേട്ടയാടൽ അരവിന്ദ് കെജ്രിവാൾ നേരിട്ട ഘട്ടത്തിലൊന്നും ആം ആദ്മി പാർട്ടിയുമായി അവരുടെ സമര രംഗത്തുണ്ടായിരുന്നില്ല എന്നതുമൊക്കെ വാർത്തകളിൽ മുൻപ് ഇടം പിടിച്ചിരുന്നതാണ്. ചില ന്യായങ്ങളൊക്കെ പറഞ്ഞ് പരിപാടികളിൽ പങ്കെടുക്കാതിരുന്നതിനെ കുറിച്ചൊക്കെ അവർ പറഞ്ഞ മറുപടികളുമൊക്കെ സംശയാസ്പദമായി നിന്നു. അങ്ങനെ BJPക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണോ എന്ന സംശയം ജനിപ്പിച്ച വ്യക്തി ആ വ്യക്തിയിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച്, തന്റെ തന്നെ പാർട്ടി നേതാവായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ആക്രമണമേറ്റു, മർദ്ദനമേറ്റു എന്ന തരത്തിലേക്ക് ഒരു ആരോപണം വരുന്നു. എന്നാൽ ആ ആരോപണം യഥാർത്ഥത്തിൽ വീഡിയോ ദൃശ്യങ്ങൾ സഹിതം ചൂണ്ടിക്കാട്ടി മറിച്ചാണ് സംഭവിച്ചത്. ജിൽബി സൂചിപ്പിച്ചതുപോലെ ഉദ്യോഗസ്ഥന് നേരെ അങ്ങോട്ട് കയർക്കുകയായിരുന്നു, അയാളെ കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് ഇവർ പെരുമാറി എന്ന നിലയിലാണ് ദൃശ്യങ്ങൾ എന്ന് വരുന്നു. പക്ഷേ ദില്ലി പോലീസ് ഇതിനെ ഒരു സാഹചര്യമാക്കി, ഒരു അവസരമാക്കി മാറ്റുന്നു. അവിടേക്ക് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് അവരെ എത്തിച്ച് ആ സാഹചര്യം പുനഃസൃഷ്ടിക്കുന്നു എന്നാണ് ദില്ലി പോലീസിന്റെ വിചിത്രമായ വാദം. അങ്ങനെ അതിവേഗതയിൽ കെജ്രിവാളിനെതിരെ കിട്ടുന്ന ഏത് സാഹചര്യത്തെയും മുതലെടുക്കാനുള്ള ഒരു നീക്കം ദില്ലി പോലീസ് നടത്തുന്നതിന്റെ വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് ഏറ്റവും പുതുതായി വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇലക്ഷൻ ഇന്ത്യ ആദ്യം പ്രേക്ഷകരുടെ മുമ്പാകെ പങ്കുവെക്കുന്നത്.